Hello everyone. Now we are moving on to module number 4. Today we are discussing a short story called Mother and Son by Ian Crichton Smith. Ian Crichton Smith is actually a Scottish writer. Now let's look into the title of the short story, Mother and Son. ഈ ഒരു ടൈറ്റിൽ നമുക്ക് ആദ്യം കാണുമ്പോൾ വിൽ ബി തിങ്കിങ് ദാറ്റ് ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും എന്ന്. കാരണം അങ്ങനെയുള്ള സ്റ്റോറികളാണ് നമ്മൾ അധികവും കേട്ടിട്ടുള്ളത്. Because mother, the word mother or the role of a mother is always seen as something of great importance, which is very influential in a positive manner. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ഇമ്പാക്ട് തരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നമ്മൾ എപ്പോഴും അമ്മ എന്നുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു റോളിനെ നമ്മൾ കണ്ടിരിക്കുന്നത്. ബട്ട് ഹിയർ ദ റൈറ്റർ ടേക്സ് എ ഡിഫറെന്റ് അപ്രോച്ച്. ഒരു വ്യത്യസ്തമായിട്ടുള്ള അമ്മയും മകനെയാണ് നിങ്ങൾ കാണുന്നത്. Okay, now let's move into the summary of the short story. So, in this story, we'll be discussing the strained relationship between an aged bedridden woman and her son. ഒരു വയസ്സായിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ട് കിടപ്പിലായിരിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ മകന്റെയും കഥയാണിത്, മദർ ആൻഡ് സൺ. So, the son's name is John and he works at a small rented farm. പറഞ്ഞതുപോലെ മിസ്റ്റർ സ്മിത്ത് ഇസ് എ സ്കോട്ടിഷ് റൈറ്റർ. ഇയാൻ സ്മിത്ത് ഇസ് എ സ്കോട്ടിഷ് റൈറ്റർ. സ്കോട്ട്ലൻഡിന്റെ ഒരു പ്രകൃതി, ഒരു നേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് മൂവ്സ്, ഫാം ലാൻഡ്സ് ഒക്കെ ഉള്ള, വാസ്റ്റ് ആയിട്ടുള്ള ഫാം ലാൻഡ്സ് ഒക്കെ ഉള്ള ഒരു നാടാണ് സ്കോട്ട്ലൻഡ്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഫാമില് ഒരു റെന്റിന് എടുത്തിട്ടുള്ള, പാട്ടത്തിന് നമ്മൾ കണ്ടെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുത്തിട്ടുള്ള ഒരു ലാൻഡില് ഒരു ഫാമിംഗ് ജോലിയാണ് ആരത്, ജോണിൻ്റെത്. And his mother is sick and confined to bed for almost 10 years. ഏകദേശം 10 വർഷത്തോളായിട്ട് കിടപ്പിലായിട്ടുള്ള ആളാണ് ആര്, ജോണിന്റെ അമ്മ. അമ്മയുടെ പേരൊന്നും ഈ കഥയിൽ പരാമർശിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്. കഥ തുടങ്ങുന്നത്, see the story has like a lengthy description. ഓക്കെ, സോ അതിനൊക്കെ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറയുകയാണ്. John returns home after work and at the end of a rainy day. ഒരു മഴയുള്ള ദിവസം ജോലി കഴിഞ്ഞതിന് ശേഷം ജോൺ തിരിച്ചു വരികയാണ്. സോ ഇറ്റ് ഈസ് ഈവനിങ്, ഓൾമോസ്റ്റ് 5 എന്നാണ് എക്സാക്ട് ടൈം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ വിൽ ഡിസ്കസ് അബൌട്ട് ദി അപ്പിയറൻസ് ഓഫ് ജോൺ. ലെങ്തി ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്നാണ് എന്ത്, ജോണിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ജോൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഹാൻസം മാൻ വിത്ത് എ ചൈൽഡിഷ് ഫേസ്. വളരെ സുന്ദരനായിട്ടുള്ള, എന്നാൽ ഒരു മുഖത്തിന് ഒരു കുട്ടിത്തമുള്ള ഒരാളായിട്ടാണ് ജോണിനെ റൈറ്റർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദ എക്സാക്ട് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സ്മൂത്ത് ടാൻഡ് ഫോക്കറ്റ്, കുറച്ച് വെയിൽ കണ്ട് കരുവാളിച്ചിട്ടുള്ള നെറ്റി, ബ്ലൂ ഐസ്, തിൻ നോസ് ആൻഡ് സ്മോൾ റൗണ്ട് ചിൻ, ഇതൊക്കെ ആരുടെ ഡിസ്ക്രിപ്ഷൻ ആണ്, ജോണിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ആൻഡ് ഹിസ് മദറിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ വി ആർ ഇൻട്രൊഡ്യൂസ് ടു ദ മദർ വൈൽ ഷീ ഈസ് സ്ലീപ്പിംഗ്. ഉറങ്ങിക്കിടക്കുന്ന അമ്മേനെയാണ് നമ്മൾ ആസ് എ റീഡർ കാണുന്നത്. അപ്പം അവർ ഉറങ്ങുന്നത് എങ്ങനെയാണ്, വിത്ത് എ ബിറ്റർ സ്മൈൽ, ഒരു കൈപ്പേറിയ ചിരി എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു ചിരിയോടെയാണ് ഉറങ്ങുന്നത്. ദെൻ ഹർ സ്കിൻ ഇസ് അനീമിക്, വളരെ വിളറി വെളുത്തിട്ടുള്ള ഒരു സ്കിന്നാണ് ആരത്, മദറിൻ്റെത്. ആൻഡ് വൈകുന്നേരം ജോണ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അമ്മ ഉറങ്ങുകയാണ്. മഴയുള്ളത് കൊണ്ട് തന്നെ തണുപ്പാണ്. അതുകൊണ്ട് എന്താണ്, തീ കായുന്ന സ്ഥലം ഉണ്ടാവില്ല, ഫയർ പ്ലേസ്. അധിക വെസ്റ്റേൺ കൺട്രീസും തണുപ്പ് കൂടുതലുള്ള രാജ്യത്തും ഫയർ പ്ലേസസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനു വേണ്ടി അതിലേക്ക് വിറക് കൂട്ടി കത്തിക്കാൻ നോക്കുകയാണ് ആര്, ജോൺ. ആ ഒച്ച ഉണ്ടാകുന്നതിന്റെ ഇടയിൽ അമ്മ എഴുന്നേൽക്കുകയാണ്. ഹിസ് മദർ വേക്സ് അപ്പ് റാൻഡിങ് അബൌട്ട് വൈ ഹി ഹാസന്റ് മെയ്ഡ് ദ ടീ യെറ്റ്. അപ്പം അമ്മ എണീറ്റു, നീയാണോ വന്നത് എന്നുള്ള രീതിയിൽ, നീ എന്താ ചെയ്യുന്നത്, എന്താ ചായക്കൊക്കെ ഒരു വൈക്കം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. She tells him how she regrets naming him after her father. So the name John, ജോണിന് ആ പേര് കൊടുത്തിരിക്കുന്നത് ഈ അമ്മയുടെ അച്ഛന്റെ അതേ പേരിലാണ്. So his mother's father name was, his grandfather's name was also John. അപ്പം സ്വന്തം അച്ഛനെ പോലെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അവന്റെ അമ്മ എന്ത് ചെയ്തിരിക്കുന്നത്, അവൻ ജോൺ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അവര് അത് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് പറയും.
മൈ ഫാദർ വാസ് നെവർ ലൈക്ക് യു. ഹി വാസ് എ മാൻ ഹു ന്യൂ ഹിസ് ബിസിനസ്. എന്റെ അച്ഛൻ നിന്നെ പോലെയല്ല. അദ്ദേഹത്തിന് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണൊക്കെ കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു എന്നുള്ള പറയുകയാണ്. അതിന്റെ അർത്ഥം ജോൺ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഏതാ ചെയ്യുന്ന ഒരു തിരുവാടില്ലാതെ പെരുമാറുന്ന ഒരാളെ പോലെയാണ് ജോണിന്റെ അമ്മ അദ്ദേഹത്തിനെ കാണുന്നത്. She implies that he has inherited some kind of mental illness from his father's side of the family and will be admitted to an asylum. So, എന്റെ അച്ഛനെ പോലെ നല്ലവനല്ല എന്ന് പറഞ്ഞു. ദെൻ അടുത്തതായിട്ട് അമ്മ എന്താണ് പറയുന്നത്? നിനക്ക് എന്തോ തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു, അടുത്ത് തന്നെ നിന്റെ അച്ഛന്റെ കൂട്ടരെ പോലെ നിന്നെയും ഒരു അസൈലത്തിൽ കൊണ്ടുപോയിട്ട്, ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നടക്കം പറയുകയാണ് അമ്മ. അതിനുശേഷം ജോണ് ചായക്ക് വെള്ളം തിളപ്പിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ വർക്കിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കോവർക്കർ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതി ചോദിക്കുകയാണ്. അപ്പൊ ജോൺ പറയാണ്, ഇന്ന് അവൻ വന്നിട്ടില്ല, അതുകൊണ്ട് എല്ലാം സ്റ്റാക്ക് ചെയ്തത്, എല്ലാം അടുക്കി വെച്ചതൊക്കെ ജോൺ തന്നെയാണ് എന്നുള്ള രീതി പറയാണ്. അപ്പം അമ്മ പറയും, അവൻ വരാതിരിക്കത്തേല് സംശയമൊന്നുമില്ല, കാരണം നിന്നെ കൊണ്ട് അവന് വേറെ പണിയുണ്ട്, നിന്നെ പോലെയൊന്നും അല്ല എന്നുള്ള രീതി പറയാം. സോ ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് അബൌട്ട് ഡിസ്കഷൻ അബൌട്ട് ഹിസ് വർക്ക്. അപ്പം ആ ഒരു കോൺവെർസേഷൻ ജോലിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി. Other boys from the village are taking job at a nearby town. അടുത്ത് തന്നെയുള്ള ഒരു ടൗണിൽ ജോണിന്റെ പ്രായമായിട്ടുള്ള കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് മുതിർന്നിട്ടുണ്ടാവും, അവരൊക്കെ എന്താണ് ജോലി ചെയ്യാണ്. അപ്പൊ പക്ഷെ ജോൺ മാത്രം ഇങ്ങനെ ഫാമിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി കുറച്ചു പേരേ ഉള്ളൂ. അതിലൊരാൾ ജോൺ ആണ്. ഒരു ഫാമർ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വില്ലേജ് വിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഓക്കെ, then John is compelled to look after his mother and to keep their croft. Croft എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ റെന്റഡ് ലാൻഡ്. നേരത്തെ പറഞ്ഞിട്ടുള്ള സ്മോൾ റെന്റഡ് ഫാം ലാൻഡിനെയാണ് ക്രോഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയെ നോക്കാനും അതേപോലെ തന്നെ ഈ ചെറിയ ഫാം ലാൻഡ് നോക്കി നടത്താനുമാണ് ജോണിന് പറ്റും. അവന് പുറത്തു പോയി ജോലി എടുക്കണമെങ്കിൽ കൂടി ഇവരെ ഈ ഫാം ലാൻഡിനെ അമ്മേനെ ഒറ്റയ്ക്കിട്ടിട്ട് അവന് പോകാൻ പറ്റില്ല. His mother, however, far from being grateful, she constantly mocks him, saying, "Why you'd be no good in a job? The manager would always be coming to show you what you had done wrong, and you'd get confused with all those strange faces and they'd laugh at you." സോ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജോണി വില്ലേജിൽ നിൽക്കുന്നതും ഈ ഫാം ലാൻഡ് നോക്കി നിൽക്കുന്നത്, അമ്മേനെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതിന് താങ്ക്ഫുൾ ആവുന്നതിന് പകരം എപ്പോഴും ജോണിനെ കളിയാക്കുക അല്ലെങ്കിൽ ക്രൂശിക്കുകയായിരുന്നു അമ്മയുടെ ജോലി. അപ്പം നിന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കൊള്ളത്തില്ല, ഇനിയിപ്പോ മാനേജർ അങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നീ എന്താ ചെയ്യുന്നേ എന്നുള്ള രീതിയിൽ നീ ചെയ്യുന്നതൊക്കെ തെറ്റായിരിക്കും, നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും, അങ്ങനെ ചെയ്യുന്നത് നിന്നെ കാണുമ്പോൾ അവർ നിന്നെ നോക്കി ചിരിക്കും, നിന്നെ നോക്കി കളിയാക്കി ചിരിക്കും എന്നടക്കം പറയാണ് ആര്, ജോണിന്റെ അമ്മ. ജോൺ റെസ്പോൺസ് ദാറ്റ് ഹി ക്യാൻ ലേൺ ന്യൂ സ്കിൽസ് ആൻഡ് ബി ബെറ്റർ അറ്റ് എ ജോബ്. ജോണിന് തന്നെ അറിയാം ഒരു ടൗണിൽ പോയി ഒരു ജോലിയിൽ ഏർപ്പെടേണ്ട അത്ര കഴിവുകളൊന്നും ഇപ്പോ ജോണിനില്ലാന്ന് ജോണിന് തന്നെ അറിയാം. പക്ഷെ അത് പഠിക്കാൻ ജോൺ തയ്യാറാണ്. എവ്രിബഡി മേക്ക് മിസ്റ്റേക്സ് ബട്ട് ദേ ക്യാൻ ഓൾസോ ലേൺ ഫ്രം മിസ്റ്റേക്സ്. എല്ലാവരും തെറ്റ് ചെയ്യും, അതിൽ നിന്ന് പഠിക്കാമല്ലോ എന്നുള്ള രീതിയിൽ ജോൺ പറയുകയാണ് അമ്മേനോട്. പക്ഷെ ഹിസ് മദർ ഡിസ്കറേജസ് ഹിം ഹാർഷ്ലി. അത് വളരെയധികം ഡിസ്കറേജ് ചെയ്യാണ്. യു ആർ ഇൻ എ മെക്കാനിക്, you can't do anything with your hand, fat good you'd be at a job. നീ ഒരു മെക്കാനിക് അല്ല, നിനക്ക് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന പണിയൊന്നും അറിയ പോലില്ല, ജോലിയിൽ നന്നായി എന്നെ എന്നുള്ള രീതിയിൽ കളിയാക്കുകയാണ് ആര്, ജോണിന്റെ അമ്മ. Then tells him that as he is not good at job, better he makes a tea first. അപ്പൊ നിനക്ക് ജോലിയിലോ നന്ദിയില്ല, അറ്റ്ലീസ്റ്റ് ഒരു ചായ എങ്കിലും ഉണ്ടാക്ക് വേഗം എന്നുള്ള രീതിയിൽ പറയാം. John makes the tea, but his mother criticizes him again for not washing the tray and also for buying and smoking cigarettes. അപ്പം ജോൺ അമ്മയ്ക്ക് ചായ കൊണ്ടു കൊടുക്കുകയാണ്. ചായ കൊണ്ടു കൊടുക്കുമ്പം ചായ കുടിച്ചെന്ന് ചായ ഉണ്ടാക്കി തന്നതിന് നന്ദി പറയുന്നതിന് പകരം ഈ ട്രേ കഴുകിയിട്ടില്ല, എന്താ ട്രേ കഴുകാത്തത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. സോ ഈ സ്റ്റോറിയിലുടനീളം നമുക്ക് ജോണിന്റെ ഇന്നർ തോട്ട്സ് കാണാൻ കഴിയും. എസ്പെഷ്യലി നിങ്ങൾ പേജ് നമ്പർ 96 എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫുൾ ഓഫ് ജോൺസ് ഇന്നർ തോട്ട്സ്, ഹിസ് ഐസൊലേഷൻ, വാട്ട് ഹി ഈസ് ഫീലിംഗ്, അതൊക്കെ. പക്ഷെ
എത്രയൊക്കെ ഉപകാരങ്ങൾ ചെയ്തു നോക്കിയിട്ടും കുറ്റം മാത്രം പറയുന്ന അമ്മേനെ കണ്ടപ്പം ആദ്യം ഈ ചീത്ത വാക്കുകളൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുകയായിരുന്നു ചെയ്തത്. പക്ഷെ ഇത് കൂടി വരാൻ തുടങ്ങിയപ്പം ഹി സ്റ്റാർട്ടഡ് ഹാവിങ് വയലന്റ് തോട്ട്സ്. എന്തൊക്കെയാണ്, ലൈക്ക് സ്മാഷ് ദ ടീ കപ്പ്, സ്മാഷ് ദ ഫർണിച്ചർ, സ്മാഷ് ദ ഹൗസ്, ആൻഡ് he considered that he might avenge her insults with his unintelligent hands. So ചായ ട്രേ എന്താ കഴുകാത്തതെന്നും കൂടെ ചോദിക്കുമ്പോഴത്തേക്ക് ജോണിന്റെ ആ ഒരു ലാസ്റ്റ് ത്രെഡ് ഓഫ് പേഷ്യൻസ് അതും പോവുകയാണ്. അവസാനം ജോൺ ഇങ്ങനെ ഉള്ളിൽ വിചാരിക്കണം, ഈ കപ്പ് എറിഞ്ഞ് പൊട്ടിച്ച്, ഈ ഫർണിച്ചേഴ്സ് ഒക്കെ പൊട്ടിച്ച്, ഈ വീട് തന്നെ പൊട്ടിച്ചിട്ട്, പിന്നെ ഈ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ കഴിവില്ലാത്ത ഈ കൈകൾ കൊണ്ട് തന്നെ അവരുടെ ഈ ഇൻസൾട്ടിന് എതിരെ പ്രതികരിച്ചാലോ എന്നടക്കം ചിന്തിക്കുകയാണ് ആര്, ജോൺ. He ends up not harming his mother, but turning away from her and opening the door to listen to the rain. പക്ഷെ ഈ തോട്ട്സ് വന്നിരുന്നെങ്കിലും he didn't act on thoughts, violent thoughts. ഇത്തരത്തിലുള്ള തോട്ട്സിന്റെ മേല് ജോൺ എന്ത് ചെയ്തിട്ടില്ല, ആക്ട് ചെയ്തിട്ടില്ല. അവൻ എന്ത് ചെയ്തു, ദേഷ്യം പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, പുറത്ത് വരാന്തയിൽ പോയിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു, മഴയുടെ ശബ്ദം കേട്ടിരുന്നു. ഇതാണ് ഈ സ്റ്റോറിയുടെ ടോട്ടൽ സമ്മറി വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം.